അതായത് ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം. എന്താണ് ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം? അതായത് നിങ്ങളുടെ ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കുക, നിങ്ങളുടെ ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കുക. ടൈമിൽ ചെയ്യണം. എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യം നമ്മൾ പറഞ്ഞ ഒരാളെ കൊളാപ്സ് ആയിട്ട് വീട് കഴിഞ്ഞാൽ അപ്പൊ ഈ പരിപാടി ആലോചന നടക്കില്ല. കൊളാപ്സ് ആയി കഴിഞ്ഞാല് വീട് കഴിഞ്ഞാൽ അറ്റാക്കാണെങ്കിൽ അറ്റാക്ക് സംഭവിക്കുന്ന അറിയില്ല. അറ്റാക്ക് സംഭവിക്കുന്നത് ഈ അറ്റാക്ക് പറഞ്ഞാല് രണ്ട് അല്ലെങ്കിൽ ഹൃദയാഘാതം മരണത്തെ കൊണ്ടു എന്നാ സംഭവിക്കാം. ഹൃദയാഘാതം എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന്റെ ബോഡിയുണ്ട്. ഈ ബോഡിയിലേക്ക് വരുന്ന ഞരമ്പ്, 3 ഞരമ്പുണ്ട്. ആ ഞരമ്പ് വളരെ എന്തെങ്കിലും ഈ പറഞ്ഞ ഓക്സിജൻ കലർന്ന ബ്ലഡ് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഹൃദയാഘാതം ഒരിക്കൽ ഈ ബോഡിക്ക് പറ്റുന്നു. ഭയങ്കര വേദന. അതാകെ തുടങ്ങുകയാണെങ്കിൽ ചെറുതായിട്ട് വേദന, പെരിഞ്ഞ് കളിക്കുന്ന കൈ വേദന, കാല് വേദനിക്കണം, പെരടി വേദനിക്കണം. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? എന്തോ രാവിലെ ഭക്ഷണം കഴിച്ചു ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യും അത് ഒന്നും തോന്നില്ല. അപ്പൊ ഒരു മാർക്ക് തോന്നല് ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ കുളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു ജോലിക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി ചെയ്ത് കഴിഞ്ഞാൽ വേദന ശക്തമാവും. മരണത്തെ മുന്നിൽ കാണും. മരണത്തെ നമ്മള് അപ്പോഴേക്കും നമുക്ക് ടൈം ഈ കടന്നു പോകുന്ന സമയങ്ങളെല്ലാം ബന്ധപ്പെട്ടതാണ്. നേരെ മറിച്ച് നേരെ ഒരു ഏത് ക്ലിനിക്ക് പോയി കഴിഞ്ഞാൽ ഇ സി ജി വരും. ഏത് ക്ലിനിക്ക് പോയി ഇ സി ജി വരും. ഇ സി ജി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേരിയേഷൻ പറയാം. പക്ഷെ എല്ലാ ഇ സി ജിയിലും ഇത് അറിയോ? എങ്ങനെയാണ് അറിയാം? അറിയാതെ ബ്ലഡ് ടെസ്റ്റ് 3 മണിക്കൂർ വരെ സമയം പിടിക്കുന്ന ബ്ലഡ് ടെസ്റ്റ്. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. മാറ്റി വെച്ചിട്ട് അത് വെയിറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ചെറിയ ബ്ലോക്ക് വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങണം. ഇതിനെ ഹൃദയാഘാത രോഗികളെ നേരെ ഹൃദയ സമ്പർദ്ദിക്കുന്നത് ഇതാണെങ്കിൽ അവിടെയാണ് നമ്മൾ മരിച്ച ആ ഒരു സീന് കുഞ്ഞി ആവർത്തിക്കുന്ന കാര്യം ആവർത്തിക്കുന്നു. ഇതൊന്നുമല്ലാതെ സൈലന്റ് ആയിട്ട് വരണം. ഈ വേദന പല രീതിയിലാണ്. ഇതിന്റെ കൂടിയിട്ട് പല രീതിയിലാണ്. പല രീതിയിലെ എല്ലാവർക്കും ഒരേ ലക്ഷണമല്ല, പല രീതിയിലുള്ള. അപ്പൊ നമ്മളെ ഒരാള് വീട് കഴിഞ്ഞാൽ ഇയാൾക്ക് അറ്റാക്കാണോ അല്ലെങ്കിൽ സാധാരണ ചിലപ്പോ കണ്ണടിച്ചിട്ട് വീട്ടുണ്ടാവും. വയറൊക്കെ പോയിട്ടുണ്ടാവും. വണ്ടി ചെയ്ത് പോകുന്ന സമയത്ത് ചികിത്സയ്ക്ക് അവിടെ കൊടുക്കുന്നത് എല്ലാവർക്കും എല്ലാം ചെയ്യുമ്പോൾ നിർബന്ധമാണ് ചെയ്യുന്നത്. ഈ ചെന്ന് കഴിഞ്ഞാൽ ഇയാളെ ശക്തിയായിട്ട് തട്ടി വിട്ടു. ഹലോ ചേച്ചി തട്ടി വിളിച്ചു കഴിഞ്ഞാൽ ഈ ഷോൾഡർ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്താണ് പറ്റിയ അറ്റാക്കാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? ഇദ്ദേഹത്തിന് പൾസ് ഉണ്ടോ? പൾസ് നോക്കണ്ടേ? ഇതുണ്ടോ? ഇപ്പൊ നമുക്ക് ജീവൻ ഈ കൈകൾക്ക് പൾസ് കിട്ടും. ഇത് ഏക പൾസ് കാലിറ്റി പൾസ് മാത്രം. അതായത് ഈ കഴുത്തിന്റെ ഇവിടെ ഈ ഭാഗത്ത് പൾസ്
പൾസ് എടുക്കും. ഈ പൾസ് എന്താ വെച്ചാൽ ഇതിന്റെ പേര് കൈറോട്ടിക് പൾസ് എന്നാണ്. ഇതിന്റെ പേരാണ് കൈറോട്ടിക്. ഇത് ലാസ്റ്റ് പൾസ് ആണ്. ഈ പൾസ് കണ്ടുപിടിക്കാൻ 10 സെക്കൻഡ് കൊണ്ട് സമയം എടുക്കരുത്. 10 സെക്കൻഡിന്റെ തീരുമാനം പൾസ് കണ്ടുപിടിക്കാൻ ഈ സമയത്ത് 5 മിനിറ്റിനുള്ളിൽ തലച്ചോറിലേക്ക് ബ്ലഡ് കയറിയില്ലെങ്കിലോ ഓക്സിജൻ ബ്ലഡ് കയറിയില്ലെങ്കിൽ ഇയാൾക്ക് മസ്തിഷ്ക മരണം സംഭവിക്കും. 5 മിനിറ്റ് സമയമുള്ളൂ. ചെറിയ വ്യത്യാസം എത്തിക്കാന്നുള്ളതാണ് അടുത്ത തരം പൾസ് ഉണ്ടോ നോക്കി പൾസ്. നമുക്ക് ആ സമയത്ത് വേദന അവര് ആകെ വേർക്കരുത്. നമ്മൾ പ്രിയപ്പെട്ടവരെ അവലംബിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ അവര് പ്രിയപ്പെട്ട കൈവിടും. ധൈര്യം സംഭവിച്ച് പൾസുണ്ടോ നോക്കുക. ഉടനെ വിളിക്കുക. സഹായത്തിന് ആളെ വിളിക്കുന്നു. സഹായത്തിന് ആളെ വിളിച്ച് സെക്കൻഡിന്റെ മുകളിൽ 10 സെക്കൻഡിന്റെ കുറഞ്ഞ തീരുമാനിച്ചില്ല. നേരെ ചെയ്തത് ഇയാളെ തട്ടി വിളിച്ചു. പൾസ് നോക്കി പൾസ് ഇല്ലാന്ന് തീരുമാനമായി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ഈ കഴുത്തിന്റെ ഇവിടെ ഒരു ഈ ചെസ്റ്റിന്റെ ഒരു കാര്യം ചെസ്റ്റിന്റെ ഒരു എവിടെയാണ് റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡിൽ ഇരിക്കാതെ പറയുക. ഈ പാട്ടിരിക്കുന്നത് നിപ്പിൾ ലൈനിൽ വര പറഞ്ഞാൽ ഇതാണ്. ഈ റൈറ്റ് സൈഡ് പറയുമ്പോൾ ഈ പൊക്കിനാണ് ഞെക്കൽ വരും. അപ്പൊ ഞെക്കേണ്ടത് കൈയിന്റെ ഹീൽ ഭാഗമാണ്. ഹീൽ ഭാഗം ഞെക്കത് പറ്റിയിട്ടല്ല. കാരണം നമ്മളെ റിങ്സുകൾ പറയുമ്പോൾ ഭയങ്കര വില. പക്ഷെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ വില കമ്മി. ഇവിടത്തേക്കാളും അപേക്ഷിച്ചിട്ട് ഹാർട്ടിനെ ഈ റിങ്സുകൾ കമ്മിയാണ്, വില കമ്മിയാണ്. 2 ഇഞ്ച് വരെ താഴെ ഈ ഞെക്കുന്നത് എന്നതാണോ 2 ഇഞ്ച് വരെ താഴുന്ന സംശയമുണ്ടോ? സംശയം താഴും. എപ്പോ കാണിച്ചാലും സംശയം ഞാൻ ആക്കാൻ. ഇത് ഞെക്കൽ എങ്ങനെയാണല്ലേ? റൈറ്റ് സൈഡില് ഇരുന്നു ഇങ്ങനെ ചേർന്ന് വന്നു, തട്ടി വെച്ചു. ഉണ്ടോ നോക്കി ഇല്ല. എയർവേ ഒന്ന് ക്ലിയർ ചെയ്തു. എയർവേ നമ്മൾ എയർവേ പറഞ്ഞില്ല. പ്രധാനപ്പെട്ടത് എയർവേ ആണോ? ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡൗട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ചെരിഞ്ഞ് നോക്കാം. ഈ മൂക്കിന്റെ അവിടെ നമ്മളെ മുഖം വെച്ച് ഈ ഫേസ് ഒന്ന് തട്ടിയിട്ട് വയറിൽ നോക്കാം. റൈസ് ആവുമ്പോ നോക്കാം. ചെറിയ ബാക്കിയുണ്ടോ? ഇല്ലേ? ഉണ്ടോ? നമുക്ക് ഇവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂക്കിൽ വരുന്ന ശ്വാസം ഈ വയർ പോകുന്ന കാണുന്നതുള്ളൂ. അതിനോട് പൾസ് ചെക്ക് ചെയ്യാം. എയർവേ ക്ലിയർ ചെയ്യാം. ഇങ്ങനെ നോക്കാം. ഇല്ലാതെ തീരുമാനമായി. എന്ത് ചെയ്യാം? ഈ ബലമുള്ള കൈ ബലമില്ലാത്ത കൈയും ബലമില്ലാത്ത കൈ ഫ്രണ്ടിൽ വെച്ച് പൊസിഷൻ കൈ കാണും. കൈ കണ്ടിട്ടോ? ഈ ബെൻഡ് ഇല്ലാതെ ഇങ്ങനെ ഇതിന്റെ പൊസിഷൻ കണ്ടില്ലേ? അതായത് ഇങ്ങനെയാണോ? ഇങ്ങനെ വെക്കാൽ ഈ 2 ഇഞ്ച് താഴും. അല്ലെങ്കിൽ താഴെ എന്ത് ചെയ്യാം? 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6
9, 10. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനൊരു ക്ഷണിക്കില്ലേ ഇതന്നെ എഴുതിയെടുക്കുന്നു. നല്ല ക്ഷണിക്കും. നല്ലൊരു പാവമുള്ള ആൾക്കാർക്ക് 2 റൗണ്ട് ചെയ്യുമെങ്കിൽ കിട്ടും. അപ്പോഴാണ് വിളിക്കുക എന്നാലും ആളുകൾ ഇനി അല്ലെങ്കിൽ നമുക്ക് കേട്ടോ നേഴ്സുമാര് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ആസ്ട്രോഫിലിമില് ഉള്ള ആളാണ്. അതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ബാക്കി പഠിക്കുന്ന കുട്ടികളോ അങ്ങനെ എല്ലാവരും തമ്മിൽ ഐസിയു ഇതുണ്ട് എന്നറിയില്ല. ആ സമയത്ത് ചിലർക്ക് ശക്തി വരുമ്പോൾ അവളെ സീറ്റ് കൊടുക്കാന്ന് തോന്നിയാൽ എന്നറിയില്ല. ആ സമയത്ത് നമുക്ക് ശക്തി വരും. എല്ലാവർക്കും ആ സമയത്തോട് വരും, ശക്തി വരും. കാരണം ഹോസ്പിറ്റലിൽ സ്ഥിരം ചെയ്യുന്നതാണ് സീറ്റുകളെ. ആ ലാസ്റ്റ് അടിച്ചു. എന്റെ അച്ഛൻ കഴിഞ്ഞ ജനുവരി 3-ാം തീയതി ഇവിടെ മലങ്കേരി വെച്ച് പഠിക്കുന്ന സമയത്ത് എല്ലാവരും ലെൻസിന് കംപ്ലൈന്റ് ആയിട്ട് വന്നു. ഡോക്ടറെ നോക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലെ വിളിച്ചു. സൈഡ് വാങ്ങുന്ന പൈസ ഡോക്ടർ അപ്പേ തോന്നിക്ക് തന്നിരിക്കണം. നമ്മൾ ചെയ്യണമല്ലേ മനസ്സിലായിരുന്നു. ഞാൻ ഡോക്ടർ പറഞ്ഞില്ല. നമ്മൾ അച്ഛൻ പോയി പോരെ വിളിച്ചാൽ എന്റെ ഒപ്പം നിൽക്കുന്ന വേറെ രോഗിയുടെ ഡോക്ടർ പറയാതെ കേട്ടിട്ട് ലാസ്റ്റ് ഘട്ടം ചെയ്യുന്നതാണ്. അവസാന ഘട്ടം ഹോസ്പിറ്റലിൽ ചെയ്യാം CPR ആണ്. അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്നുള്ളത് അവസാനം എങ്ങനെയെങ്കിലും കഴിച്ചിലായ നന്നായിരുന്നല്ലേ എല്ലാവരും തന്നെ ചെയ്യും. നമുക്ക് അങ്ങനത്തെ അനുഭവിക്കുന്നതാണ്. ഇങ്ങനെ 30 തവണ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം? 1 മിനിറ്റിൽ 100 to 120 തവണ കംപ്രഷൻ റേസ്. അതാണ് ഞാൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചു. അതായത് നമ്മൾ ശരിക്കും 1, 2, 3, 4, 5, 6 അങ്ങനല്ലേ പഠിക്കൽ. അങ്ങനല്ലേ സാധാരണ ഞാൻ പറഞ്ഞത് സെക്കൻഡ് പറഞ്ഞു 1, 2, 3, 4 അങ്ങനെ സെക്കൻഡ് അടിക്കാം. ഇതെങ്ങനെ 1, 2, 3, 4, 5, 6 സെക്കൻഡ് 2 ഭാഗം. ഇത് താളം വെള്ളങ്ങളിലേക്ക് എടുക്കാനല്ലേ 1, 2, 3, 4 അങ്ങനെ അടിക്കണം. അങ്ങനെയാണ് ഇതിന്റെ ചെക്കുന്നത്. ഒരു മിനിറ്റിൽ 100 to 120 നമ്മള് പക്ഷെ അത് ചുരുങ്ങി ചെയ്ത് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ബ്ലഡ് വലിക്കില്ല. നമ്മൾ ചെയ്യുന്നത് ഹാർട്ട് പമ്പ് വരില്ലേ, ആദ്യം ഒരു പമ്പാണ് മോട്ടറാണ്. ഈ മോട്ടർ അടിച്ച് കയറ്റിയത് അടിച്ച് കഴിഞ്ഞ് നേരെ സപ്ലൈ ചെയ്ത് തലയിലേക്ക് സപ്ലൈ ചെയ്തു. അപ്പോൾ സപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് അതുകൊണ്ടാണ് നമുക്ക് 65 മുതൽ 64 മുതൽ 74 75 74 75 സാധാരണ നോർമൽ അടിക്കുന്നത്. ചില ടെൻഷൻ കറക്റ്റാകുമ്പോൾ അവിടെ ഒരുപാട് പ്രഷറൊക്കെ കൂടുന്ന സമയത്ത് ബ്ലഡ് കിട്ടില്ല. ആ സമയത്താണ് ബ്ലഡ് ഹാർട്ട് പുറത്തോട്ട് ഹാർട്ട് കഴിയുന്നതും അന്തരീക്ഷങ്ങളൊക്കെ അത് നമുക്ക് ശ്വാസം കിട്ടാൻ ഒരേമാതിരി താളത്തിൽ പോകേണ്ടത് അത് ചെയ്യണം. ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ അത്ര പ്രിയപ്പെട്ടവരാണെങ്കിൽ എന്തുകൊണ്ടും ബ്രീത്ത് നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഫാദറോ മക്കളോ അതായത് ഛർദിലോ ശാരീരിക മർദ്ദത്തിലേക്ക് നമ്മുടെ ഛർദി ശാരീരികത്തിലൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ചെരിച്ചിട്ട് ചെരിച്ചിട്ട് ചെരിച്ചിട്ടിരിക്കുന്നത് ചെരിച്ചിട്ട് കുട്ടികളെ കാണിക്കല് അതായത് വലിയ ആളാണെങ്കിൽ കാലത്ത് ഈ സീക്കർ ഞാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് 30 കംപ്രഷൻ 2 ബ്രീത്ത് പഠിപ്പിച്ചു. ഇപ്പൊ മെഡിക്കൽ സയൻസ് എന്ന് വെച്ചാൽ ബ്രീത്തിന് പ്രാധാന്യം കൊടുക്കില്ല. ബ്രീത്തിന് പ്രാധാന്യം കൊടുക്കില്ല. പക്ഷെ എങ്കിലും കൊടുക്കാൻ നല്ലതാണ്. ഒരു വലിയ നമ്മൾ ഈ ചെയ്യാം. അതിൽ ഓക്സിജന്റെ അളവില്ലേ ഉണ്ടോ? ഫുള്ള് ഓക്സിജൻ കയറാൻ ശ്വസനത്തിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പുറത്ത് വരുന്ന എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ വലിക്കുക, വായുകൾ ഉണ്ടി കൊടുക്കുക,
2 പ്രാവശ്യം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. 30 തവണ ജയിക്കും, 2 റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നിർബന്ധമാണ്. അങ്ങനെ എത്ര കിട്ടണം? 5 സൈക്കിൾ ചെയ്ത് മാത്രമേ പൾസ് ചെയ്യും. ഇങ്ങനെ 5 സൈക്കിൾ അതൊരു പൾസ് നോക്കൽ തട്ടി വെച്ചിട്ട് ഒന്നും ചെയ്യണം. ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പത്തേക്ക് പൊക്കി കുറച്ച് നീക്കും നിർബന്ധം. ഷുവർ നിങ്ങൾ കൊടുക്കുന്നത് ആത്മാർത്ഥയാണ്. ഇയാൾക്ക് ജീവൻ ഉള്ള എന്തെങ്കിലും ഭാഗ്യത്തിൽ ഷുഗർ വെച്ചിട്ട് സിനിമാന ദേവിയുടെ സിനിമാന ദേവിയുടെ ഞാൻ ഈ പഠിച്ചിറങ്ങിയ കാലത്ത് കുറേ ഒത്തിരി പോലെ ഒരുപാട് ഇദ്ദേഹം ചെയ്യാതെ ഞാൻ അന്നത്തെ കാലത്ത് ഈ വണ്ടികൾ വലിയൊരു മാനദണ്ഡമല്ല. ഇതിന്റെ ഡോക്ടർ മരിച്ചിട്ട് നമുക്ക് എന്താ